ഇപ്പോൾ ഒന്ന് ഇവിടെ വീഡിയോ ചെയ്യാൻ പോണത് ചക്കോലി ഉണ്ടാക്കാനാണ്. അതിന് 1 ഗ്ലാസ് വെള്ളം ഉപ്പിട്ട് കൊടുക്കട്ടെ. നമുക്ക് നല്ലപോലെ വെള്ളം തിളക്കട്ടെ. നല്ലപോലെ തിളച്ചു നമുക്കതിലേക്ക് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു ബൗളിൽ കുറച്ച് എടുത്തിട്ടുള്ളൂ. ഒരു 2 ചെറിയ കൈയിലുണ്ട്, 2 കൈ. നല്ലപോലെ കുഴച്ച് കൊടുക്കട്ടെ. നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം നല്ലപോലെ കുഴച്ച് കൊടുക്കാം. നമുക്ക് കുറച്ച് തേങ്ങ വറുത്തെടുക്കാം. അപ്പോൾ അതിന് കുറച്ച് വെളിച്ചെണ്ണ ഫസ്റ്റ് ഒഴിക്കണം. ഒരു ബൗൾ തേങ്ങ ഇട്ട് കൊടുക്കണം. അതിലേക്ക് 2 കറിവേപ്പില, 1 ടീസ്പൂൺ വലിയ ജീരകം, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 2 ഏലക്ക, ഒരു 4-5 കുരുമുളക്, കുറച്ച് ഉള്ളി അരിഞ്ഞത് കേട്ടോ. നല്ലപോലെ നമുക്ക് വറുത്തെടുക്കാം. അപ്പം നമ്മുടെ തേങ്ങ ഇവിടെ വറവായിട്ട് ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം കേട്ടോ. നമുക്ക് ചൂടാറിയതിന് ശേഷം അപ്പോൾ നമ്മുടെ പൊടി ഉണ്ടാക്കിയതാണ്. ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ കുറച്ച് പൊടി എടുക്കുക, എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ പരത്തി പോലെ ഉണ്ടായിട്ടെടുക്കുക കേട്ടോ. ഇങ്ങനെ എല്ലാം ചെയ്യുക. നമ്മുടെ ഇതേപോലെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ട് അപ്പോൾ നമ്മൾ ഈ പൊട്ടിയെടുത്തത് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. സ്റ്റൗ കുറച്ച് വെച്ചു. അപ്പോൾ വെള്ളം നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. സ്റ്റൗന്ന് കുറച്ച് വെച്ചിട്ട് കോരി എടുക്കണം. കൊഴുപ്പൊക്കെ മാറി. അപ്പോൾ 1/2 കിലോ പോത്തരച്ച് വേവിച്ചതാണ്. ഇതിലേക്ക് നമുക്ക് തേങ്ങ അരച്ചരപ്പ് വെച്ച് നല്ലപോലെ ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഒന്ന് തിളക്കിയിട്ടിട്ട് നമ്മുടെ തേങ്ങയൊക്കെ ഒന്ന് വേറെ നമുക്ക് നമ്മുടെ മാവ് വേവിച്ചിട്ട് കോരിയെടുത്തല്ലോ. നമുക്ക് അരച്ചിരിച്ചിട്ട് കൊടുക്കാം. അതുപോലെ വെള്ളത്തിൽ തിളപ്പിച്ചിട്ടില്ലെങ്കിൽ മാവ് തിന്നണ പോലെ ആയിരിക്കും. അതുകൊണ്ടാണ് ഉണ്ടവറ്റി വെള്ളത്തിൽ തിളപ്പിച്ചെടുത്തിട്ട് നമ്മുടെ ചക്കോലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തിളപ്പിക്കും. എരിവും മാവിൽ കിട്ടിക്കും. നമുക്കിതിൽ കുറച്ച് കറിവേപ്പിലയും കൊത്തമല്ലി ചപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇവിടെ ചക്കോലി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക.